നമസ്കാരം, എല്ലാവർക്കും സതൻ മെനുവിലേക്ക് സ്വാഗതം. ഞാൻ നീതു. അപ്പോൾ ഇന്ന് സതൻ മെനുവിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. വെൺപൊങ്കലാണ് ഉണ്ടാക്കുന്നത്. കേരളത്തിന് പുറത്ത് പോയിട്ടുള്ള മിക്ക ആൾക്കാർക്കും പരിചയമുള്ള ഒന്നാണ് വെൺപൊങ്കൽ. അപ്പോൾ ഇതിൻ്റെ മധുരമുള്ള വേർഷൻ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായിട്ട് കഴിക്കുന്നതാണ്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നേ സതൻ മെനു ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാനിനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഈ പൊങ്കൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് ചെറുപരിപ്പും പച്ചരിയാണ്. അപ്പോൾ ഞാനിവിടെ ചെറുപരിപ്പ് 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അതേപോലെ പച്ചരി 1 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതായത് 1 കപ്പ് പച്ചരിക്ക് 1/2 കപ്പ് ചെറുപരിപ്പ് എന്നുള്ള രീതിയിൽ എടുക്കാവുന്നതാണ്. പക്ഷെ അതിന് മുകളിൽ കൂടണ്ട, ടേസ്റ്റ് കാണില്ല, പൊങ്കലിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഈ റേഷ്യോയിൽ എനിക്ക് കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഈ പരിപ്പിൻ്റെ കളറൊന്നും മാറാൻ നിൽക്കരുത്. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയാൽ മതി. ഇപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കഴുകി എടുക്കുവാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് കഴുകിയതിന് ശേഷം ചൂടാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ വറുത്തെടുത്തതിന് ശേഷം കഴുകിയെടുത്താലും മതിയാവും, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ 2-3 പ്രാവശ്യം കഴുകിയിട്ട് നമുക്കിതൊരു കുക്കറിലേക്ക് എടുക്കാം. അപ്പോൾ കുക്കറിൽ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, സമയം ലാഭിക്കാം നമുക്ക്. അപ്പോൾ പരിപ്പും പച്ചരിയും കൂടെ കഴുകിയത് ഞാൻ കുക്കറിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ 3.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. അതായത് 1 കപ്പിന് 1 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ 1/4 കപ്പ്, അതായത് അരിയും ചെറുപരിപ്പും കൂടെ ചേർത്തിട്ട് 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ 3.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടണം, അത്രേ വേണ്ടുള്ളൂ. അപ്പോൾ ഞാൻ നോക്കിക്കേ, നമ്മുടെ അരിയും ചെറുപരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ഈ പൊങ്കൽ നന്നായിട്ട് ഉടഞ്ഞിരിക്കുന്നത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി നിങ്ങൾക്കിത് അധികം ഉടക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ 2 വിസിലൊക്കെ വേവിച്ചാൽ മതിയാവും. 3 വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 2 വിസിലൊക്കെ മതിയാവും. അപ്പം അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ഞാനിവിടെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. കാരണം അത് വായിലിട്ട് അങ്ങനെ ഒരു അലിഞ്ഞു പോകുന്ന ആ ഒരു രീതിയിലുള്ള പൊങ്കലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാനൊരു 1/4 കപ്പ് പശുവും പാൽ ചേർത്തിട്ടുണ്ട്. തിളപ്പിച്ച് ആറ്റിയ പാലാണിത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സാധാരണ പൊങ്കലിൻ്റെ കോമ്പിനേഷൻ സാമ്പാറൊക്കെയാണ്, സാമ്പാർ ചട്നിയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കറിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു രീതിയിൽ പാൽ ചേർത്തിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കറിയൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സമയക്കുറവുണ്ടെങ്കിൽ പാലൊഴിച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ലൊരു ടേസ്റ്റും ആയിരിക്കും പാലൊഴിക്കുന്ന സമയത്ത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ 1 ടീസ്പൂൺ, ഒരു വലിയ സ്പൂൺ നിറയെ നെയ്യ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യ് ചൂടാക്കി ചേർക്കുന്നതിനേക്കാളും നല്ലൊരു ടേസ്റ്റായിരിക്കും ഇതുപോലെ നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് ലാസ്റ്റ് നെയ്യ് ഒഴിച്ച് കൊടുത്താൽ മതിയാവും. പക്ഷെ ഞാൻ ഈ ചോറിനകത്തേക്ക് ചൂടോടുകൂടി തന്നെ നെയ്യ് ഒഴിച്ച് കൊടുക്കുവാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് താളിച്ചൊഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കുവാണ്. അപ്പോൾ ഈ പൊങ്കലിന് അത്യാവശ്യം നെയ്യ് വേണം, അതായിരിക്കും അതിൻ്റെ ആ ഒരു നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത് പൊങ്കലിന്. അപ്പോൾ ഞാനിവിടെ 2 സ്പൂണ് നിറയെ നെയ്യ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് 1 സ്പൂണ്, ഒരു വലിയ സ്പൂൺ, അതായത് 1 ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ അതേ സ്പൂണിൽ 1 സ്പൂണ് കുരുമുളക് മുഴുവനായിട്ട് ചേർക്കാം. ഇപ്പോൾ എരിവിന് നമ്മൾ വേറെ ഒന്നും ഇതിനകത്ത് ചേർക്കില്ല, കുരുമുളക് മാത്രമേ ചേർക്കാറുള്ളൂ. അതിൻ്റെ കൂടെ 1 പിടി കാഷ്യൂനട്ട് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് ഈ കുരുമുളകിൻ്റെയും ജീരകത്തിൻ്റെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറണം, ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർക്കുവാണ്. അതിൻ്റെ കൂടെ കുറച്ചധികം കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആ ഇഞ്ചിയൊക്കെ ഒന്ന് പച്ചമണമൊക്കെ മാറി ഒന്ന് ഫ്രൈ ആയി വരണം. അപ്പോൾ നോക്കിക്കേ, എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ താളിച്ചത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരിയും പരിപ്പും ഉണ്ടല്ലോ വേവിച്ച് വെച്ചിരിക്കുന്നത്, അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഉപ്പ് മതിയായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ചേർക്കാവുന്നതാണ് ഈ ഒരു സമയത്ത്, മിക്സ് ചെയ്യുന്ന സമയത്ത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് കൂടി നെയ്യ് ചേർക്കാവുന്നതാണ്. ഞാൻ ഇതിന് മുമ്പേ ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെൺപൊങ്കൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വായിലിട്ട് ഇങ്ങനെ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള പൊങ്കലാണ് ഞാനിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിന് കറി ഇല്ലാതെയും നമുക്കിത് കഴിക്കാവുന്നതാണ്. സാധാരണയായിട്ട് പൊങ്കലിൻ്റെ കൂടെ സാമ്പാർ, ചട്നിയൊക്കെയാണ്, കൂടെ വടയും കൂടെ സെർവ് ചെയ്യാറുണ്ട്, ഉഴുന്നുവട. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്